ഞാൻ പറയുന്നില്ലല്ലോ ഇപ്പം എനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാണെന്നും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നല്ലല്ലോ ഞാൻ പറയുന്നത്. അവരെന്നെ ചതിച്ച രീതിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരെന്നെ ബഹുമാനിക്കാത്ത രീതിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നെ എൻ്റെ മകളെയും അബാൻഡൻ ചെയ്ത രീതിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുള്ള അവരുടെ പഠനാവശ്യത്തിന് എടുത്തിട്ടുള്ള സ്വർണം തിരികെ തരണം, പലതവണ മേടിച്ചിട്ടുള്ള അവകാശങ്ങൾ എനിക്ക് തിരികെ തരണം. അപ്പോഴും ഞാൻ കോമ്പൻസേഷനെ കുറിച്ച് പോലും എനിക്ക് സംസാരിക്കാൻ ഒരു സ്കോപ്പ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അതും ചോദിക്കണം. നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ നിങ്ങൾ ഇതുവരെ ബാക്കോട്ട് പോയിട്ടില്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പം തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെ താല്പര്യം. അതെ, അവകാശം നേടിയെടുക്കും, ശ്രമിക്കും, പൊരുതും. ഓക്കെ വിജയ്. ഹായ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ചാവക്കാട് കേട്ടോ. ചാവക്കാട് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലായിട്ട് 10-12 ദിവസമായിട്ട് കാണുന്ന ഒരു വേറിട്ട പ്രതിഷേധം. ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ തൻ്റെ ഭർത്താവിൻ്റെ വീടിന് മുമ്പിൽ കാണിക്കുന്ന ഒരു പ്രത്യേക തരം ഒരു പ്രതിഷേധം. അതായത് തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനും തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു വളരെ പ്രത്യേക വ്യത്യസ്തമായൊരു പ്രതിഷേധം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ആ ഉമ്മയെ നമ്മൾ നേരിട്ട് തന്നെ കണ്ടിട്ട് അവർ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ശരിക്കും ഈ ഒരു സമരം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് ശരിക്കും നമുക്ക് ഈ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം കേട്ടോ. എന്തായാലും നമുക്ക് അവരുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവരാണ് ഇപ്പോൾ കഴിഞ്ഞ 10-13 ദിവസത്തോളമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യത്യസ്തമായൊരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഉമ്മ കേട്ടോ. എന്നാൽ പേര്? ആയിഷ. സ്ഥലം? എടക്കടിയൂർ. ഓക്കെ, നിങ്ങൾ ജോലി ചെയ്യുന്ന എവിടെയാണ്? ഞാൻ ഖത്തറിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാനുള്ള മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ സമൂഹത്തിൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ നേരിട്ട് ചോദിക്കാം, ശരിക്കും ഈ ഒരു സമരത്തിൻ്റെ ശരിയായ ലക്ഷ്യം എന്താണ്? ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിൻ്റെ പേരിലാണ്. ഓക്കെ, എൻ്റെ ഭർത്താവ് 2ാം കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിനെ ചൊല്ലിയിട്ട് ഇപ്പം എൻ്റെ കാര്യങ്ങളിൽ തീർപ്പാക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അതിനെ ചൊല്ലിയിട്ടാണ് സമരം. അതിനെ ചൊല്ലിയിട്ടാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതെല്ലാം. ഓക്കെ, ഇപ്പം അത് പലതരത്തിലും മാറിപ്പോകണമൊക്കെ ഉണ്ട്. എന്തൊക്കെയോ വിഷയങ്ങൾ മാറി പോകുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെയല്ല, ഇതിപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, 13 ദിവസമായിട്ട് നിങ്ങൾ ആ വീടിന് മുമ്പിൽ ഇങ്ങനെ ഒരു സമരം, ഈ 13 ദിവസമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ജനങ്ങളെടുത്തുന്നോ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് വന്നോ? അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെ വീഡിയോയിൽ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഒക്കെ കൂടെ ഉണ്ട് ഇവിടെ. പലതും എനിക്ക് അതിനകത്ത് ഇപ്പം നിങ്ങൾ ചോദിക്കണം കൃത്യമായിട്ട്. ഓക്കെ, ഞാൻ ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ എത്താനുള്ള ഒരു മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവരുടെ വീഡിയോയിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് ഇവരുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു രീതിക്കുള്ള നാട്ടുകാരെത്തുന്ന ഒരു സപ്പോർട്ട് ഇതുമായി വരുന്നില്ല. ശരിക്കും ഞാനൊരു മലപ്പുറംകാരനാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ആദ്യം ഇടപെടുക വന്നെങ്കിൽ അവിടുത്തെ മഹല്ല് അല്ലെങ്കിൽ അടുത്ത നാട്ടുകാർ. ഈ നാട്ടുകാരെ കുറ്റം പറയല്ല, പക്ഷെ എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മളെന്തായാലും അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ ആ ഒരു രീതിക്ക് സപ്പോർട്ട് ചെയ്ത് കിട്ടാത്തതിന് കാരണം? ചിലപ്പോൾ ഞങ്ങൾ 2 ആൾക്കാരും ഒരേ നാട്ടുകാരായതുകൊണ്ടായിരിക്കാം. ഓക്കെ, അതല്ല ഇപ്പം ഇടപെടാനുള്ള ലിമിറ്റേഷൻ ആയിരിക്കും. പിന്നെ ഇദ്ദേഹത്തിനെയും ഇവിടെ നമുക്ക് കണ്ടുകിട്ടാൻ പോലും ഇത്ര കാലമായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇദ്ദേഹത്തിന് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എത്തിപ്പെടാനുള്ള ആൾക്കാരില്ലാത്തതാകാം, അതല്ലെങ്കിൽ താല്പര്യമില്ലാതെയാകാം. ഓക്കെ, ആക്ച്വലി ഞാൻ ചോദിക്കുന്ന ചോദ്യം പേഴ്സണലി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരു താല്പര്യമില്ല? ഇല്ല, അത് ആള് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ താല്പര്യമില്ല? അതുകൊണ്ടായിരിക്കും കല്യാണം കഴിച്ചല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നവരെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു രേഖയും ഇത് നിങ്ങളെ ഒഴിവാക്കുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രേഖപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളത് കത്തയച്ചിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഞാനത് ഓൾറെഡി പറഞ്ഞില്ലേ. അദ്ദേഹം മഹല്ലിൽ ഒരു തലാഖിൻ്റെ റെസിപ്റ്റ് അതല്ലെങ്കിൽ ഒരു കത്ത് കൊടുക്കുക, അതല്ല കോടതിയിൽ ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ആ മഹല്ല് പ്രസിഡന്റും പിന്നെ ഞങ്ങൾ ഒരിക്കൽ അവിടെ ചെന്ന് സംസാരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം നേതാവും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, കല്യാണത്തിന് മുന്നേ നിങ്ങൾ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനെ എന്നുള്ളത്. അവരെ ഏകപക്ഷീയമായിട്ട് നടത്തിയിട്ടുള്ള ഒരു കല്യാണം ഞാനെങ്ങനെ മനസ്സിലാക്കാനാണ്? എൻ്റെ മഹൽ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ നിങ്ങളതിന് ശേഷം നിങ്ങൾ ആ ഒരു വിവാഹത്തിന് ശേഷം നിങ്ങൾ നേരെ ജോലി ആവശ്യാർത്ഥം ഖത്തറിൽ പോയി അല്ലേ? ജോലി ആവശ്യാർത്ഥം വിദേശത്ത് പോയി. ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അതിനുശേഷം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് വന്നോ അല്ലെങ്കിൽ അനുകൂലമായിട്ട് എന്തെങ്കിലും? അവർ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കാര്യങ്ങളൊക്കെ എടുത്ത് ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേസ് ഇപ്പോൾ കോടതിയിലാണ്. ആ കേസും കോടതിയിലാണ്. അപ്പോൾ നമ്മുടെ കേസ് ഇതാ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്.
ശരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ 12-13 ദിവസമായിട്ട് നിങ്ങൾ വേറിട്ടൊരു സമരം അങ്ങനെ തന്നെ പറയാം. ഇതുവരെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സമരം ആരും ഇവിടെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനെ നിങ്ങൾ ധൈര്യപൂർവ്വം ഇങ്ങനെ ഭർത്താവിൻ്റെ വീടിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ശരിക്കും നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സ്വർണം തിരികെ തരാം. ഓക്കെ. എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് പല തവണകളായി കൈപ്പറ്റിയിട്ടുള്ള കാശ് തിരിച്ചു തരാം. ഓക്കെ. അതൊരു 100 പവൻ സ്വർണവും 10 ലക്ഷം രൂപയാണ്. ഓക്കെ. മകളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കത്തോടെ കാര്യങ്ങൾ എത്തിക്കുക. ഓക്കെ. പിന്നെ എനിക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരവും വേണം. ഓക്കെ. ആ, അതാണ് എൻ്റെ ആവശ്യം. ഓക്കെ. നിങ്ങളിപ്പോൾ ഈ 100 പവൻ ഗോൾഡ് എന്ന് പറയുന്നുണ്ട്. ഈ ഗോൾഡ് നിങ്ങൾ കൊടുത്തൊരു ഫേക്ക് ഗോൾഡ് ആയിരുന്നു എന്ന് പോലും ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. അതിന് കാരണം എന്താ? അത് ഇവിടെ ശരിക്ക് ഹൈദരാലി എന്ന് പറഞ്ഞൊരു ഇക്കാന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്, കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ. അതിനകത്ത് ഇവർ ചെന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ അത് ഇവരുടെ നിലവാരത്തിന് അവർ കാണിക്കുന്നതല്ലേ. ഈ സ്വർണം ഇതിനും വേറെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നും ഉപയോഗിച്ചിട്ടുള്ളതല്ല. അദ്ദേഹത്തിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് PG സെറ്റ് മേടിക്കാനുള്ള ഡൊണേഷനും ആദ്യ വർഷത്തെ ഫീസുമായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള കാശാണ്. അതിന് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സ്വർണം വിറ്റിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്കകം ഞാൻ എൻ്റെ മകളെ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് വിറ്റിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ള കാശാണ്. അന്നത്തെ കാലത്ത് അവരുടെ ആ ഫീസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വർണം വിറ്റ കാശും ആ ഫീസും മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവരെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കിയത് നിങ്ങളുടെ ഫാമിലിയാണെന്ന് പറയാം. അല്ല, അവരെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് അയാൾ ഡോക്ടർ ആയിരുന്നു. അവർക്ക് ഉപരിപഠനത്തിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത ഫാമിലി എൻ്റെ ഫാമിലിയാണ്. അദ്ദേഹം ആ കോഴ്സ് തുടങ്ങിയതും എൻ്റെ സ്വർണം വിറ്റിട്ടാണ്. ഡൊണേഷൻ കൊടുത്തതും ഫസ്റ്റ് ഇയറിന്റെ ഫീസ് കൊടുത്തതും. അതിനുശേഷം ആ 3 വർഷക്കാലം ഓരോ തവണയും കാശിന്റെ ആവശ്യം വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. എൻ്റെ വീട്ടുകാരും ഞാനും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. ലവ് മാരേജ് ആയിരുന്നു അല്ലേ? അതെ. അത് തുടക്കത്തിൽ ഇവരുടെ വീട്ടുകാർ എതിർപ്പോ അങ്ങനെ ഉണ്ടായിരുന്നോ? അതെ, സത്യങ്ങൾ തന്നെയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറെയൊക്കെ വായിക്കാറുണ്ട്, കുറേയൊന്നും എനിക്ക് എത്തിപ്പെടാറില്ല. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഓക്കെ. ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന വീട്ടമ്മമാർ അല്ലെങ്കിൽ യുവതികൾ, പെൺകുട്ടികൾ എന്താണ് ശരിക്കും മാഡം ഡോക്ടറും കൂടിയാണല്ലോ, എന്താണ് മാഡത്തിന് പറയാനുള്ളത്? എങ്ങനെയാണ് അവരിതിനെ കാണേണ്ടത്? അതിനകത്ത് ഇപ്പം എന്താ പറയുക, നമ്മളല്ല പെൺകുട്ടികളല്ലല്ലോ ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഇതിനകത്ത് കാര്യങ്ങൾക്ക് ഒരു ക്രമം വരേണ്ടത് സമൂഹത്തിനകത്തല്ലേ, അതല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അധികാരികളുടെ അകത്തുനിന്നല്ലേ. അപ്പം നാട്ടിൽ മഹലാണെന്നുണ്ടെങ്കിൽ മഹല്, അതെല്ലാം നിയമമാണെങ്കിൽ നിയമം. പെൺകുട്ടികൾ എന്ത് പഠിച്ചിട്ടാണോ അതിനകത്തൊക്കെ? അവരുടെ വിധികളിൽ അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നല്ലപോലെ വിദ്യാഭ്യാസം നേടുക. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. പക്ഷെ അവിടെ ഒരു മറുചോദ്യം വരാനുണ്ട്. ശരിക്കും മാഡം ഒരു ഡോക്ടറാണ്, എന്നിട്ടും ഡോക്ടർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. അതെ. പക്ഷെ അതിനും ഒരു സൊല്യൂഷൻ ഉണ്ടോ ശരിക്കും? ഞാൻ പറയുന്നില്ലല്ലോ ഇപ്പം എനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാണെന്നും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നല്ലല്ലോ ഞാൻ പറയുന്നത്. അവരെന്നെ ചതിച്ച രീതിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരെന്നെ ബഹുമാനിക്കാത്ത രീതിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നെ എൻ്റെ മകളെയും അബാൻഡൻ ചെയ്ത രീതിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം എടുത്തിട്ടുള്ള അവരുടെ പഠനാവശ്യത്തിന് എടുത്തിട്ടുള്ള സ്വർണം തിരികെ തരണം, പലതവണ മേടിച്ചിട്ടുള്ള അവകാശങ്ങൾ എനിക്ക് തിരികെ തരണം. അപ്പോഴും ഞാൻ കോമ്പൻസേഷനെ കുറിച്ച് പോലും എനിക്ക് സംസാരിക്കാൻ ഒരു സ്കോപ്പ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അതും ചോദിക്കണം. എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു കാര്യമായിട്ടുള്ള രീതിക്ക് അത് എന്താവണം, സോർട്ടാക്കി എടുക്കണം എന്നൊക്കെയല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് തന്നെയല്ലേ. ഇപ്പം സൊസൈറ്റി എന്താണ് ഇതിനകത്ത് കണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല. അതിനെപ്പറ്റി ഞാൻ എന്താ മറുപടി പറയാ? ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ മകള് ഇപ്പം മാഡത്തിൻ്റെ മകള് വളർന്നു വരികയാണ്. അവൾക്കും ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും വരികയാണെങ്കിൽ അതും മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം മാഡത്തിന് എന്തായാലും പുതിയൊരു ലൈഫ് അത്യാവശ്യമാണല്ലോ ഇത് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വീട്ടുകാരുടെയോ ഒക്കെ നാവ് കൊണ്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? കമൻറ്റുകളിൽ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്കെന്തോ വേറെ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇച്ചിരി ഒരു മുഷിപ്പ് തോന്നുന്നുണ്ട്. കാരണം ഞാനൊരു മകളുമായിട്ട് ജീവിക്കുന്നതാണ്. മാത്രമല്ല ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ജീവിക്കുന്ന ജോലി സ്ഥലത്ത് പോലും എൻ്റെ സിബ്ലിങ്സിൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അതിലൊരു ബഹുമാനമില്ലായ്മ ഫീൽ ആവുന്നുണ്ട്. ഞാനൊരു അമ്മയാണെന്നും ഞാനൊരു കാര്യത്തിൽ പ്രതികരിച്ചു എന്നതിനർത്ഥം എന്നെക്കുറിച്ച് എല്ലാ അസഭ്യം പറയാമെന്നുള്ളതല്ലല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് ഇച്ചിരി ഒരു മുഷിപ്പ് തോന്നിയിരുന്നു. അങ്ങനെ ബന്ധങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ഒരു ആവശ്യങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു അവിഹിതം എനിക്ക് വേണ്ടി നിങ്ങളെന്ത് തിരഞ്ഞ് നടക്കണ്ട എന്നൊക്കെ പറയാനുള്ളത് തൽക്കാലം അതില്ല.
മാഡം സംഗതി ഇത് ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം ഇത് ഇങ്ങനെ ചോദിക്കാൻ വീഡിയോയിൽ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പം 13 ദിവസമായിട്ട് വളരെ മാന്യമായ രീതിയിലും വളരെ നല്ല രീതിയിലും ഒരു സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന മാഡത്തിന് നിലവിൽ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വളരെ ധൈര്യമുള്ളൊരു സമരം അങ്ങനെ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും വധഭീഷണിയോ അതല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ബുദ്ധിമുട്ടുകളോ നിലവിൽ ആ ഒരു വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടോ? അവരുടെ ബ്രദർ, ഞാനത് മുന്നേ ആർക്കോ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ബ്രദർ എന്നെ പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഭീഷണി ഉണ്ട്. അതെ, ഉസ്മാൻ, അവരുടെ ബ്രദറാണ് ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കുഞ്ഞിപ്പ അബ്ദുൾ റഹ്മാൻ, അബ്ദുൽ മജീദ് പറഞ്ഞിട്ട് 2 കുഞ്ഞിപ്പമാര് അവിടെ ചാനലൊക്കെ ഉള്ള സമയത്ത് തന്നെയാ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് എന്നെ അസഭ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളെന്താ ഇതിനകത്ത് പിന്നെ ഭീഷണി എന്താ പറയണേ? എന്നെ പബ്ലിക്കായി നിങ്ങൾ അടിക്കണം, അതുവരെ നിങ്ങൾ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വല്ല സംഗതികളും നിങ്ങൾക്ക് നേരിട്ട് വേണ്ടി വന്നിട്ടുണ്ടോ ക്യാമറയുടെ മുമ്പിലല്ലാതെ? ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നതാണോ പറയുന്നത്? ഇല്ല, അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനത്തെ വിഷയങ്ങളിൽ പെണ്ണുങ്ങളാണ് പല കാര്യങ്ങളും. ഇത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഇത് എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. അതായത് ഭയങ്കരമായിട്ട് ഞാനതിലേക്ക് പിന്നോട്ടേക്കില്ല. അതെന്റെ ഒരു ആവശ്യമാണ്. ഞാൻ അതിലേക്ക് മുന്നോട്ട് പോകണം എന്നതിന്റെ പേരിൽ നിൽക്കുന്നു. നമ്മളെ വീഡിയോ കാണുന്ന ആർക്കാലും മാഡത്തിൻ്റെ ഈ ഒരു ധൈര്യത്തിന് അത് പറഞ്ഞു 13 ദിവസമായിട്ട് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് സമരം ചെയ്യുന്ന ഒരു സ്ത്രീ എങ്ങനെയായാലും അതിനെ ഏത് രീതിക്കും ആളുകൾക്ക് കൊണ്ടുപോകാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിങ്ങൾ ഇതുവരെ ബാക്കോട്ട് പോയിട്ടില്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പം തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെ താല്പര്യം. അതെ, അവകാശം നേടിയെടുക്കും, ശ്രമിക്കും, പൊരുതും. വിജയം നിങ്ങളിൽ വന്ന് ചേരട്ടെ.